എടോ ഈ ATM കാർഡ് കൊടുത്തതിന് തന്നെ എത്ര കേസ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് അറിയാം. ഈ ATM കാർഡ് അതായത് ഭാര്യ വിശ്വസിച്ചത് എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കുകയാണ്. അതിപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ATM കാർഡൊക്കെ ഞാൻ കൈക്കലാക്കി വെക്കുക. ഇതിപ്പോ താനായിട്ട് ചെയ്തൊരു തെറ്റല്ലേ? ATM കാർഡ് കൊടുക്കാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ തനിക്ക് കൊടുക്കുന്നതിന് മുന്നേ എന്നോട് വാക്ക് ആലോചിക്കായിരുന്നു. അല്ല എല്ലാ കാര്യങ്ങളും അവനെയല്ല നോക്കുന്നേ. അങ്ങനെ നോക്കട്ടെ. പിന്നെ താൻ ഇത് നോക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണോ, എനിക്ക് വിഷമം തോന്നുന്ന എന്താ കാര്യം? അവരവരുടെ കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ അവരവരുടെ കൊച്ചിൻ്റെ കാര്യം നോക്കിക്കോളും. താനിപ്പോൾ ജോലിക്ക് പോകുന്ന പോലെ ജോലിക്ക് പോകും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ മൂഡ് ഓഫും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ തൻ്റെ ഒരു സുഹൃത്തെന്ന നിലയ്ക്കും അല്ലെങ്കിൽ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വക്കീലെന്നുള്ള നിലയ്ക്കും ഞാൻ പറയാണ്, ഇടയ്ക്കിടയ്ക്കുള്ള വഴക്ക് നല്ലതല്ല, ഒന്നിനും നല്ലതല്ല. പിന്നെ തൻ്റെ അവസാനത്തെ ഡൈവേഴ്സും കൂടെ ഞാൻ ചെയ്യേണ്ടി വരും. പ്രകാശ, അക്കൗണ്ടിൽ കാശ് വന്നില്ല, ആരും കാശ് കൊണ്ടു തന്നുമില്ല. അതുകൊണ്ടാണ് മുതലാളി നേരിട്ട് വന്നത്. പൈസ തരാന്ന് ഏട്ടൻ ഏറ്റതല്ലേ, തരും. ചേട്ടനില്ലേ ഇവിടെ? ചേട്ടൻ പുറത്തു പോയേക്കാം. ചേട്ടൻ വരട്ടെ, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചേട്ടൻ ഒന്ന് ഞാൻ പറയാം. ചേട്ടൻ നിൽക്ക്. പറഞ്ഞോളൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ചേട്ടാ പ്ലീസ്. ചേട്ടനോടെ വിളിക്കാൻ പറയാ. വേണ്ട, ഞാൻ വന്നല്ലോ, ഇനി കണ്ടിട്ട് പോ. ആ സുഖാണല്ലോ അല്ലേ? ഞാനേ ഈ വഴി പോയപ്പോൾ ഒന്നും കൂടെ കയറിയെന്നുള്ളൂ. ഇവിടുന്ന് കുറച്ച് കാശ് കിട്ടാനുണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. എൻ്റെ കൂടെ കുറച്ച് പിള്ളേരും വന്നിട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ. ആണുങ്ങളില്ലാത്ത നേരത്ത് വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുവാണോ? അഞ്ചു, ഭീഷണിയൊന്നുമില്ല മോളെ, എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്, അത് തന്നേക്ക്, ഞാൻ പോയിക്കോളാം. ആ നമസ്കാരം മോളെ. മോളുടെ ഭർത്താവല്ലേ എനിക്ക് കാശിലാന്ന് പറഞ്ഞത്. എവിടെ മോളുടെ ഭർത്താവ്? മോനേട്ടൻ വരുമ്പോൾ നിങ്ങളെ വിളിക്കാൻ പറയാം. ഇപ്പൊ ചെന്നാട്ടെ. മുതലാളി വന്നതേ കാശ് വാങ്ങി പോവാനാ, വെറുതെ പോവാനല്ല. ചേട്ടാ പൈസ ഞാൻ രാവിലെ എങ്ങനെയെങ്കിലും കൊണ്ട് തരാം. ഇപ്പം നീ പറഞ്ഞത് നിന്റെ അച്ഛൻ ബാലകൃഷ്ണന് പറഞ്ഞിരുന്നെങ്കിൽ ശരി പറയട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാനെ. പക്ഷെ നീ ചേച്ചി ഇവനെന്താ ഇങ്ങനെ? നിങ്ങളുടെ മൂത്ത മോനെ ബാലകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു ചായ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനെ വിശ്വസിച്ചത്. പക്ഷെ അവനും കളനാ. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇതുവരെ ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചത്. എന്റെ കാശ് തന്നാൽ ഞാനോട് പൊക്കോളാം. പ്രകാശ, നീ ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതിന് വല്ല തെളിവുണ്ടോ? വല്ല എഗ്രിമെന്റോ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന്റെ റെസിപ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഏട്ടത്തി, എല്ലാം റെഡി ക്യാഷ് ആയിട്ട് തന്നെ, ഒരു ഡോക്യുമെന്റും ഇല്ല. അന്ന് കേസ് കൊടുക്കാതെ കോംപ്രമൈസ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി ഇത് കള്ളപ്പണ ഇടപാടാണെന്ന്. എന്ത് ഇടപാടാണ് ശരി? കാശ് കൊടുത്താൽ മേടിക്കാൻ എനിക്കറിയാം. പൈസ മേടിച്ചിട്ടുണ്ടേ അത് തരും. എന്നാ എന്റെ പൈസ എനിക്ക് ഇപ്പത്താ. നിങ്ങൾ ഇറങ്ങി പോവാൻ. ഈ ആരോടെ പറയാൻ നിനക്കറിയാമോ? താൻ എവിടെ എന്നാ സംസാരിക്കുന്നത് തനിക്കറിയോ? വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു കേസും കൊടുത്താലുണ്ടല്ലോ, നാട് മൊത്തം നാറും താൻ. പിന്നെ തലേ മുണ്ടിട്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആവണേ അമ്മ ചുമ്മാ ഇരിക്കമ്മ, താൻ ഇറങ്ങി പോടോ. അല്ലൊരു കാര്യം ചെയ്യ്, തന്റെ നമ്പർ ഇങ്ങെടുക്ക്. നമ്പർ എന്റെ ഉണ്ട് ചേച്ചി. എന്നാ താൻ പൊക്കോ. നാളെ വൈകുന്നേരം പൈസ ആയിട്ട് തന്നെ വിളിക്കും. നീ ആരെ അപമാനിച്ച് ഇറക്കി വിടുന്ന നിനക്കറിയാമോ? വിശദമായി അറിയാൻ സമയമില്ല, താല്പര്യമില്ല. ഓ നോക്ക് ചെല്ല്. പ്രകാശ, നീ കരുതിയിരുന്നോ? നിനക്ക് ആ പൈസയുടെ കാര്യം മോഹനേട്ടനെ ഒന്ന് ഓർമ്മിപ്പിച്ചൂടായിരുന്നോ? മറന്നതായിരിക്കും. ഞാൻ ഓർമ്മിപ്പിച്ചോളാം. അഞ്ജു, ഇതിന്റെ പേരിൽ ഇനി ഇറങ്ങി പോകാനും നിൽക്കണ്ട കേട്ടോ. നാളെ തന്നെ പരിഹരിച്ചേക്കാം. പ്രകാശ, ഇനി നീ ഇതുപോലെ വല്ലതും കാണിച്ചാലുണ്ടല്ലോ, നീ ഒറ്റയ്ക്കാവത്തേ ഉള്ളൂ കേട്ടോ. ഞാൻ അഞ്ജുവിന്റെ കൂടെ ആയിരിക്കും. നീ വാടി. കഷ്ടം, അച്ഛന്റെ പേര് കളയാനായിട്ട്. അമ്മേ പോടാ. കള്ളം പറഞ്ഞ രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടില്ലേ? ഇനി പേടിക്കണ്ട. എനിക്ക് പേടിയുണ്ട്. എന്തോ ലക്കിരങ്ങാണ്ട രക്ഷപ്പെട്ടത്. എന്റെ ടെൻഷൻ അതൊന്നുമല്ല. ഇനി എങ്ങനെ സംസാരിക്കുമെന്ന്? ഇനി കുറച്ച് നാൾ സംസാരിക്കൊന്നും വേണ്ട. അത് പറ്റില്ല. ആ ഫോൺ എടുക്കാൻ എന്താ വഴി? കേറിയങ്ങ് ചെന്നാ മതി, അമ്മയാള് എടുത്തങ്ങ് തരും. ഇപ്പൊ അതങ്ങ് മറന്നേക്ക. നീ എന്തെങ്കിലും വഴി പറ. വഴിയൊന്നും ഇല്ല, നീ ഇതുപോലെയൊക്കെ കണ്ടാ മതി, വിളിക്കൊന്നും വേണ്ട. അത് ഓക്കെ, ഞാൻ വന്നു നീ എങ്ങനെ അറിയും? ആ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ഇന്ന് വെനസ്ഡേ അല്ലേ, നീ അടുത്ത വെനസ്ഡേ അതിന് എന്നുള്ള വെനസ്ഡേ ബ്രേക്കിൽ വരാം. ഓ അതൊന്നും പറ്റൂല മാളൂ, അതൊരു കാത്തിരി എന്നെ കൊണ്ട് പറ്റില്ല. നീ അതേ ഉള്ളു വഴി, വേറെ ഒന്നും ഇല്ല. ചേച്ചി ഫുൾ ടൈം കടയിൽ തന്നെയാണോ? നീ എന്താ ഇവിടെ? ഞാൻ ദൂരം ചേച്ചിയെ കണ്ടു. ഓ ഓക്കെ. ഞാൻ ഒരു ജ്യൂസ് കൊടുക്കാൻ വന്നു, പൈസ കൊടുക്കും. ആ കൊടുത്തേക്കാം, പറഞ്ഞു. ചേട്ടാ ഒരു ജ്യൂസേ. ചേച്ചി ഒറ്റയ്ക്കാണോ? ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഞാൻ ബ്രേക്ക് ടൈമിൽ ചുമ്മാ
വന്നത്. ഞാനൊരു സമൂസ വാങ്ങി. ആ വാങ്ങി. ചേട്ടാ ഒരു സമൂസയും കൂടെ. ജ്യൂസ് കഴിക്കല്ലേ, സൂക്ഷിച്ചു. അല്ലെങ്കിൽ പരിചയപ്പെടട്ടെ. ഇടാതെ പൊക്കോ. ആണല്ലേ? ഓക്കെ ഓക്കെ. എടാ നീ എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യ്. മോനേട്ടാ അതെ സംസാരിച്ചോണ്ടിരിക്കണ കേട്ടൂടെ ഇവിടെ? അല്ല ഇല്ലേ, ഇവിടെ പറഞ്ഞതാ. ആ നീ നോക്കിയിട്ട് വിളിക്ക്. ശരി ശരി. ആവണി ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളോട് ഞാൻ എത്ര ദിവസം മുന്നേ പറഞ്ഞതാ എനിക്ക് PSC ടെസ്റ്റ് കൊണ്ട് ലീവ് എടുക്കണമെന്ന്. ഇനി തിരക്കിന്റെ ഇടയിൽ വിട്ടുപോയി. സംസാരിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ തിരിച്ചു വിളിക്കും. ഓ അപ്പൊ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ എന്റെ കാര്യം മറന്നുപോയി. ഇടി മറന്നുപോയതല്ല, ഓഫീസിൽ ഓഡിറ്റ് കിടക്കാണ്. എന്തായാലും ഞാൻ അവിടെ വേണം. അല്ലെങ്കിൽ ഇപ്പൊ ലീവ് എടുക്കണമെങ്കിൽ ഇപ്പൊ എന്താ പാട്? അവനിപ്പോ എന്തായാലും തിരിച്ചു വിളിക്കും. അതെ വിളിക്കും. ഹലോ. ആ ഓ ലീവ് സാങ്ഷൻ ആയ? ഓക്കേടാ, താങ്ക് യു. വലിയ ഉപകാരം. ശരിടാ, ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ ഓക്കേടാ, താങ്ക്സ്. അപ്പൊ രാവിലെ പോകണ്ടേ? സോപ്പിടൊന്നും വേണ്ട. ലീവ് എങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇന്നത്തോട് നിങ്ങളുടെ അവസാന ദിവസമായിരുന്നു. അതെനിക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ലീവ് ഞാൻ മേടിച്ചെടുത്തത്. മോനേട്ടാ ഞാൻ എന്റെ വേറൊരു ആഗ്രഹം കൂടെ പറയട്ടെ. നിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു അവസാനവും ഇല്ലേ? എന്നാ ഞാൻ പറയുന്നില്ല. അയ്യോ പറ, നീ പറയ്. എനിക്ക് തലക്കൊല ഉണ്ടാവൂല ഇവിടെ. നമുക്ക് നാളെ PSC ടെസ്റ്റിന് പോകുമ്പോ ബുള്ളറ്റിൽ പോയാലോ? ആ ബുള്ളറ്റില് ഈ പൊരിഞ്ഞ വെയിലത്ത് അത്രയും ദൂരം നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലേ? ബുള്ളറ്റിന് ഈ സുഖം കാറിൽ പോയാൽ കിട്ടുമോ? ഒരു മഴ പെയ്താൽ തീർന്നു നിന്റെ PSC ടെസ്റ്റൊക്കെ. അപ്പൊ കിട്ടും സുഖം. കരുതാത്ത കുറച്ചൊന്നും പറയാതെ. ഓ ഞാൻ പറയണൊന്നുമില്ല, നിന്റെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. ഇത്രയും റൊമാൻറ്റിക് അല്ലാത്തൊരു ഭർത്താവ്. വെറുതെ അല്ല പിള്ളേർ നിങ്ങളെ കളവെന്ന് വിളിക്കുന്നത്. നിങ്ങൾ ശരിക്കും കളവൻ തന്നെയാണ്. നേരെ നോക്കി വണ്ടി ഓടിക്കും. മോനേട്ടാ പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം ഒക്കെ എപ്പോഴത്തേക്കും പോലെ ഈസി ആയിരുന്നു. അപ്പൊ ജോലി കിട്ടും? പിന്നെ എന്തായാലും ജോലി കിട്ടും. എല്ലാ PSC ടെസ്റ്റ് കഴിയുമ്പോ നീ ഈ സെയിം ഡയലോഗാണ്. ഇത് അതുപോലെ ഒന്നുമല്ല. ഇപ്രാവശ്യം എന്തായാലും കിട്ടും. നിങ്ങൾ വണ്ടി എടുക്കും. ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഏട്ടത്തിൽ ലഡു മാത്രമേ ഉള്ളൂ? ജോലി കിട്ടിയതല്ലേ ഉള്ളൂ, ശമ്പളം കിട്ടിട്ടടാ. എടുത്തിട്ട് ഒരു ഫോട്ടോ വേണേട്ടാ. അതെന്തിനാ? അംബീഷൻ നേടിയെടുക്കുന്ന ഏത് അറ്റം വരെ പോകുന്നേ എന്റെ ഫാമിലിയെ കുറച്ച് മടിയന്മാർ കാണിച്ചു കൊടുക്കാനാ. എന്നാ പിന്നെ ഒന്നാക്കണ്ട, നിനക്ക് ഞാൻ കുറച്ച് അധികം ഫോട്ടോ തരുന്നുണ്ട്. മാറി. അല്ല നീ എന്തുവായിരുന്നു എന്നോട് പറഞ്ഞത്? അമ്മ ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോന്നല്ലേ? റാങ്ക് ലിസ്റ്റിലും വന്ന് ജോലിയും കിട്ടി. തിന്നടി. എനിക്ക് പണ്ടേ അറിയാം നമുക്ക് ഗവൺമെന്റ് ജോലി. സന്തോഷം. കഴിക്ക്. എന്താ നോക്കിക്കണ? നമുക്കിറങ്ങാം. അത് തുറക്കണ്ടേ? മോളെ അമ്മ എന്നെ ഒന്ന് സഹായിക്കുവോ? വരൂ.
ഇരിക്കൂ. പറയൂ, എന്തു പറ്റി? മോളെ കുറേ നാളെ വിധവ പെൻഷന് വേണ്ടി കയറി ഇറങ്ങി നടക്കുന്നു. അതൊന്ന് സാധിച്ചു തരുമോ? നിങ്ങൾ ഇവിടെ വന്നിരിക്കുവാണോ? ഡോ, തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. അത് മേഡത്തിന്റെ മദറില്ലോ പറഞ്ഞു. മദറിലോ ഒക്കെ അങ്ങ് വീട്ടില്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ശരി. ഈ അമ്മയ്ക്ക് ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. അതിന്റെ പേപ്പറും കാര്യങ്ങളും എന്തൊക്കെയാന്ന് വെച്ച് വേഗം നോക്കി ശരിയായി കൊടുത്തോളാം. ശരിയാണ്. ചെല്ല്, അവരതൊക്കെ ശരിയാക്കി തരും. അമ്മച്ചി രണ്ടുപേരും കൂടി ടൂറിലാണല്ലോ. എൻ്റെ പൊന്നേട്ടാ, ഇന്നലെ അല്ലേ ഞാൻ നിങ്ങളുടെ പൈസ കൊണ്ട് തന്നത്? അതൊക്കെ ശരിയാ. കാശും ചോദിച്ചാൽ വീട്ടിൽ വന്നപ്പോൾ ഈ കൊച്ചിനെ കുറെ അനാവശ്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു. പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം ഈ കൊച്ചിനോടൊന്ന് ചോദിക്കണോ, അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നേട്ടാ, വെറുതെ പ്രശ്നത്തിനൊന്നും നിൽക്കല്ലേ. എനിക്കൊരു പ്രശ്നമില്ല, ഒക്കെ ഈ പിള്ളേർ നോക്കിക്കോളും. നിങ്ങൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതെ, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വരാണ് വഴി തടഞ്ഞു നിർത്തിയത്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. നീ പേടിക്കാതിരി.
അവണേ ആരെന്ത് വെച്ച് കഴിഞ്ഞാലും ഇപ്പൊ നടന്ന കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ചോദിച്ചു കഴിഞ്ഞാൽ വീണതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ശരി ശരി. ആ ചേട്ടാ റേറ്റ് ഒക്കെ നമുക്ക് ഡീലാക്കാം. എന്തായാലും ഞാൻ സെറ്റാക്കി തരാം. എന്തായാലും ചേട്ടാ ഞാൻ തിരിച്ചു വിളിക്കാട്ടാ. ചേട്ടാ ആ എന്തു പറ്റി? ഒന്നുമില്ല, വീണതാ. ബൈക്കിൽ നിന്ന് വീണാ? ആ ബൈക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ബൈക്കിൽ നിന്ന് വീണതല്ല, ബൈക്ക് കയറാൻ വേണ്ടി വരുന്ന വഴിക്ക് വീണതാ. നമുക്ക് പിന്നെ സംസാരിക്കാം. മോനായിട്ട് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യം ചോദിച്ചപ്പോ ബൈക്കിൽ നിന്ന് വീണേന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് ബൈക്കിൽ കയറാൻ പോയപ്പോ സംതിങ് ഫിഷി. കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ. ആവണി നീ എന്തൊരു ഇടിയടിച്ചേ? പറത്തിടിക്കായിരുന്നല്ലോ. നീ ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? ഞാനേ പഴയ ബ്ലാക്ക് ബെൽറ്റാ. ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ആണോ? എടി ഇവിടെ അമ്മ എന്തെങ്കിലും പറയണെങ്കിൽ എടുത്തിട്ട് ഇടിച്ചേക്കരുത്. നിങ്ങളുടെ അമ്മ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ ഇടിച്ചോ? പറ. ഇല്ല. ആ ഇപ്പൊ ഇനി ഇടിക്കത്തില്ല. കണ്ട കണ്ട തല പൊട്ടിച്ച് വെച്ചിരിക്കണ കണ്ടാ? വിശ്വാസമായില്ല? അയ്യോ അയ്യോ മോന, അതെന്താടാ പറ്റിയ നിനക്ക്? ഒന്നുമില്ല അമ്മ, ജസ്റ്റ് വീണതാ. അതൊന്നുമല്ല അമ്മ, ആദ്യം പറഞ്ഞ് ബൈക്കുമേന്ന് വീണതാന്ന്. അത് ബൈക്കിനൊന്നും പറ്റിയില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചപ്പോ പറയാ ബൈക്ക് കയറാൻ പോയപ്പോ വീണതാന്ന്. ഇതെന്തോ കള്ളത്തരമുണ്ട്. എടാ നിനക്ക് എന്തിന്റെ കേടാ? ഒരു തവണ പറഞ്ഞില്ലേ വീണതാന്ന്? അമ്മ ഒന്നുമില്ല അമ്മ, അമ്മ ചെല്ലി. അമ്മ അപ്പളേ പറഞ്ഞതാ ബൈക്കും കൊണ്ട് ഇത്രയും ദൂരം പോകണ്ടെന്ന്. അതെങ്ങനാ ഓരോരുത്തർ ഇതിപ്പോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെന്റെ മിസ്റ്റേക്കാണ്, ഞാൻ ശ്രദ്ധിക്കാത്തോണ്ട് പറ്റിയതാ. പ്രകാശ് ഏട്ടാ, രണ്ടുപേരും കൂടി എന്തോ ഒളിക്കുന്നുണ്ട് കേട്ടാ. രണ്ടിന്റെ കള്ളത്തരേ ഞാൻ കണ്ടുപിടിച്ചോളാം, ഒന്നും പറയണ്ട കേട്ടാ. ഓ ശരി, ഒന്ന് പോവാവോ? ഈ കാറൊക്കെ ഇവിടെ വാങ്ങിയിട്ടിരിക്കണത് എന്തിനാ? അത് തന്നെ, ഭയങ്കര ഓവറാണമ്മ. ചെറിയ പിള്ളേരാണെന്നാ രണ്ടിന്റെയും വിചാരം. അവൻ എന്ന് അവളെ താളത്തിനൊത്ത് തുള്ളുന്നത് നിർത്തുന്നോ അന്നേ അവൻ നന്നാവും. അത് സത്യ. ഒന്നും മിണ്ടാതിരുന്ന അഞ്ചു, നീ എന്താ അമ്മയുടെ എക്കോയാ? എടാ അവള് പറയുന്നത് ശരിയല്ലേ? അമ്മേ ഒരു തവണ വീണതാന്ന് പറഞ്ഞു. അത് ബൈക്കിൽ നിന്നാണെങ്കിലും കാറിൽ നിന്നാണ് വീണ്ട സമയത്ത് വീഴും. ഇനി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലോ, തലവേദന എടുക്കണം മനുഷ്യന്. ഇനി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്കല്ലോ കേട്ടോ. അവള് പറഞ്ഞു വിട്ടത് അവനെ. അത് തന്നെ അമ്മ. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല. അതെ, എൻ്റെ അനിയനാണ്, അനിയൻ്റെ ഭാര്യയും പിന്നെ വയസ്സായ ഞങ്ങളുടെ അമ്മയും. വെറുതെ വിട്ടേക്കണേ. ഒന്ന് പോയ മോനേട്ടാ. നീ ആയോണ്ടാണ്. താനിതെന്തോന്നു സിനിമാ കഥ പറയും? സിനിമാ കഥ ഞാൻ ഈ രണ്ട് കണ്ണുകളുകൊണ്ട് ഞാൻ കണ്ടതാ. ഏക്കത്തിനെ ഇടിച്ച് പരത്തി അവിടെ ഇട്ടേക്കണ്. വക്കീലിനറിയോ? അവളെ ബ്ലാക്ക് ബെൽറ്റാ. കണ്ടുന്ന് എനിക്ക് വരെ രോമാഞ്ചം വന്നു പോയി. എടാ താനീ പെണ്ണുമ്പിള്ളേരുടെ ഇടിയും കണ്ട് രോമാഞ്ചം കണ്ട് നടന്നോ? എല്ലാം കയ്യിൽ നിന്ന് കളഞ്ഞിട്ട് ഇരിക്കണം. എന്ത് കയ്യിൽ നിന്ന് കളഞ്ഞത്? എടോ തനിക്കിനി അവളോട് വാ തുറന്നു വല്ലതും മിണ്ടാൻ പറ്റുമോ? എന്താ വേണ്ടിയാ? എടോ തൻ്റെ ഭാര്യ തന്നെ കുനിച്ചു നിർത്തി ഇടിക്കും. എന്തിന്? അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇടിയെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ തളർന്നു പോവും. വക്കീല് ഭാര്യയുടെ ഇടി മേടിക്കാറുണ്ട? ഇടിയാ എനിക്കാ. എന്നോട് മറുത്തൊരു വാക്ക് പറയുന്ന ആ സ്പോട്ടില് ഇത് 10-15 കൊല്ലം ഞാൻ അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവൾ എൻ്റെ അടുത്തോ എൻ്റെ വീട്ടുകാരത്തോ ഈ കരാട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നെഞ്ചത്തൊന്നും കയറിയിട്ടൊന്നുമില്ല. ആ കിട്ടുമ്പോൾ പഠിച്ചോളൂ. എന്തോ വക്കീല്? അല്ല തൻ്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതാ. വക്കീല് പഠിക്കാറൊന്നുമില്ല. ആ അടിക്കാനൊക്കെ ചെന്നേച്ചാലും മതി. എന്താണ് താനെന്താ ഉദ്ദേശിച്ചത്? ഡ്രിങ്ക്സ്? അതാണ്. ഇവിടെ ആകെ ഒരു കമ്പനി ഉണ്ടായിരുന്ന താനാ. താനും അടി നിർത്തി. ഇനിയിപ്പോൾ താൻ തുടങ്ങും, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം എന്തായാലും വക്കീലിൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമായി കാണുമല്ലേ? സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ മൈൻഡ് ചെയ്താലേ ഇവള് പറഞ്ഞിട്ട് ഞാൻ വെള്ളോടി നിർത്തിയാന്ന് വിചാരിക്കും. അങ്ങനെ ഇവളെ ഒന്നും തലേ കയറാൻ വിടാൻ പാടില്ലടോ. ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തണം. ഗ്യാപ്പ് ഇട്ട് നിർത്തണം. ഗ്യാപ്പ് ഇട്ട് നിർത്തണം, നല്ലൊരു വില കിട്ടുള്ളൂ അല്ലേ? പിന്നെ തനിക്ക് ഈ കരാട്ടെ കുംഫു അങ്ങനെ വല്ലതും? എനിക്കൊന്നും അറിയാൻ പാടില്ല. ആ പഠിച്ചിരിക്കുന്നത് നല്ലതാ. എന്തിന്?
സംസാരിക്കുന്ന കണ്ടില്ലേ? അല്ല ഫോണിലാണ്ട് ചെയ്യായിരുന്നു, അപ്പം ഞാൻ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എന്ത് ശല്യം? അല്ല ഫോണിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊരു കള്ളലക്ഷണം? അത് ജന്മനുള്ളല്ലേ. അതുണ്ട്. അതല്ലാതെ ഒരു പുതിയ കളലക്ഷണം നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ. വരാൻ വഴിയില്ലല്ലേ. മദ്യപിച്ച? ഞാനാ മദ്യപിക്കാനാ? അന്ന് സുധ പറഞ്ഞില്ലേ നിർത്താൻ, അന്നത്തെ പിന്നെ ഞാൻ തൊട്ടിട്ടില്ല. ആ, നിർത്തിയ നന്നായി, അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടേ. ഞാൻ നോക്കട്ടെ. എവിടെ പോകുന്നു? അവിടെ നിൽക്കി, എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. എന്താ സുധേ? ഈ സോഷ്യൽ മീഡിയയിൽ എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് പ്രചരിക്കും നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല. കണ്ടില്ല? അതിന്റെ അടിയിലുള്ള മോശം കമന്റും കണ്ടിട്ടില്ല? ഇല്ല, കണ്ടില്ല. സുധയുടെ പ്രസംഗത്തിന്റെ അടിയിൽ മോശം കമന്റാ? ആരവൻ? അവന്റെ ഡീറ്റെയിൽസ് എടുത്ത് അവനെ അഴിയണ്ടിക്കണല്ലോ. ആ, അത് വേണം. പക്ഷെ ഈ മോശം കമന്റ് പോസ്റ്റ് ചെയ്യുന്ന പോലെ കുറ്റമല്ലേ അതിന് ലൈക്ക് അടിക്കുന്നത്? അല്ലേ? ആയിരിക്കും. ആണല്ലേ? അതെ, ആണ്. ഇനി ബാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇവിടെ നോളാം. ഇങ്ങോട്ട് വാ. ഈ കമന്റ് കണ്ടോ? അവളുടെ ചെപ്പക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കണം. അതിനാണ് നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുന്നത്. എന്താന്ന് സുധേ, നിങ്ങൾ ഒരു കമന്റിനാണ് ലൈക്ക് അടിച്ചേക്കുന്നത്? 17 കമന്റിനാണ് നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുന്നത്. നോക്ക്. ഇത് അറിയാതെ പറ്റിയതായിരിക്കും. അറിയാതാണെങ്കിൽ 1 2 ഇത് 17 എണ്ണമാണ് നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുന്നത്. പൊന്നു സുധേ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അത് ഡിലീറ്റ് ചെയ്തേക്കാം. നിങ്ങൾ എന്നെ ഡിലീറ്റും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടാ. സുധേ, നിങ്ങൾ കരുതിയിരുന്നോ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്? നിന്നോട് ഞാൻ ഈ ഷർട്ട് തേക്കാനാണ് പറഞ്ഞത്. ഇതല്ലേ? ഇതല്ല, നീ എന്നോടാണ് ചോദിക്കണത്. ആ, എൻ്റെ ഓർമ്മയിൽ നിങ്ങൾ അത് തേക്കാൻ എന്നോട് പറഞ്ഞത്. എന്ത് നിസ്സാരമായിട്ടാന്ന് നോക്ക്. ഇവിടെ എനിക്ക് ഓഫീസിൽ പോകേണ്ട ഷർട്ടാണിത്. ആ, ഇത്ര വലിയ തന്നെയാണെ വേറെ ഏതെങ്കിലും തേച്ചിട്ടുണ്ട് പോ. അയ്യോ, അങ്ങനെ തേക്കാണെങ്കിൽ എനിക്ക് തന്നെ തേച്ചിട്ട് ഇങ്ങോട്ട് പോയാൽ പോരെ? എനിക്ക് നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താണ്? പോയി തേച്ചിട്ട് വഴി. ദേ മോനേട്ടാ, ഒരുമാതിരി അധികാരത്തിന്റെ ഭാഷയിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത്. വേണമെങ്കിൽ എടുത്ത് തേച്ചിട്ടുണ്ട് പോ. വേണമെങ്കിൽ എടുത്ത് തേച്ചിട്ട് പോവാനാ? ഞാൻ പറഞ്ഞ കേട്ടിട്ട് നീ ബാക്കി കൊടുത്ത പരിപാടികൾ ചെയ്യുള്ളൂ. പോയി തേച്ചിട്ട് വഴി എന്റെ ഷർട്ട്. ഒന്ന് പോയ മോനേട്ടോ. രണ്ടാമത്തെ തവണയാണ് നീ എന്റെ ഷർട്ട് നീ എടുത്ത് നീ എറിയണം. ഇത് മേലെ